ഇങ്ങനെ ഒരു മീറ്റിംഗ് നടക്കുന്നത്, നിങ്ങൾ ഇങ്ങനെ മീറ്റിംഗ് നടത്തുന്നത് ഒത്തിരി നല്ലതാണ്. യൂത്ത് മീറ്റിംഗ് ഒക്കെ ചർച്ചസിൽ ഉണ്ടാവണം. നമ്മള് സ്റ്റാൻസി ഇപ്പൊ കുറെ പ്രാർത്ഥനാ വിഷയങ്ങൾ പറഞ്ഞല്ലോ. അതില് ആദ്യത്തെ പോയിന്റ് തന്നെ പറഞ്ഞല്ലോ, ഒത്തിരി യൂത്ത്സ് ഒത്തിരി ഡ്രഗിന്റെ ആയിട്ട് ഈവൻ കേരള അല്ലെങ്കിൽ ഇന്ത്യയിലും ഇവിടെയും UK അതുപോലെ തന്നെ ഒത്തിരി ബന്ധനത്തിലാണ്. ദൈവമില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരാണ് ഇവിടെയൊക്കെ. നമ്മള് ഏത് ഇംഗ്ലീഷ് ചർച്ചിൽ പോയാലും അവിടെ ഈ അപ്പാപ്പന്മാരും അമ്മമ്മമാരും മാത്രമല്ലോ ചർച്ചസിൽ. ഈ യങ്സ്റ്റേഴ്സ് ആരും ഇല്ല ചർച്ചസിൽ. അപ്പോ അവരൊക്കെ ഞങ്ങളുടെ ചർച്ചിൽ വരുമ്പോൾ അവർക്ക് ഒത്തിരി സന്തോഷമാണ് ഈ കുഞ്ഞു പിള്ളേരൊക്കെ കാണുമ്പോൾ. അവര് ശാശയൊക്കെ പറയുമ്പോൾ, മെമ്മറി വേഴ്സ് ഒക്കെ പറയുമ്പോൾ, അപ്പൊ നമ്മൾ അവർക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കണം, യങ്സ്റ്റേഴ്സിന് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കണം. ബിക്കോസ് അവരാണ് ഈ ചർച്ച് ഒക്കെ ലീഡ് ചെയ്യേണ്ടത്, ചർച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് ഇല്ലെങ്കിൽ ജസ്റ്റ് ഇമാജിൻ ആ ചർച്ചസ് ഒക്കെ. ഇവിടുത്തെ UK പല ഇംഗ്ലീഷ് ചർച്ചൊക്കെ അടച്ചു പോണ കാരണം അതാ, ആരും ഇല്ല അതിനെ കൊണ്ടുപോകാൻ വേണ്ടി. അപ്പോ നമ്മൾ ഒത്തിരി സീരിയസ് ആയി, എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് എല്ലാവരും ഒത്തിരി ബേർഡൻ ആയിട്ട് ഇത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഒരു മാറ്റം ഉണ്ടാവണം. UK രാജ്യവും അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തിലെ ഒരു മാറ്റം ഉണ്ടാവണം. യങ്സ്റ്റേഴ്സ് എല്ലാവരും ചർച്ചിൽ വരണം. ദൈവമായിട്ട് ഒരു ബന്ധം അവർക്ക് ഉണ്ടാവണം. എന്നാൽ മാത്രമേ ഒരു റിവൈവൽ, ഒരു ദൈവത്തിന്റെ പ്രവൃത്തി നടക്കുള്ളൂ. നമുക്ക് അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ചിന്താ വിഷയത്തിനും ഭാഗെ ഞാനൊരു ചെറിയൊരു ചിന്തയായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ വലിയ പ്രാസംഗികരൊന്നല്ല. ഇന്ന് മമ്മി പോസ്റ്ററൊക്കെ അടിച്ചപ്പോ ഞാൻ മമ്മിയോട് പറഞ്ഞായിരുന്നു, ഈ പോസ്റ്ററിൽ അടിക്കാനുള്ള കപ്പാസിറ്റി ഒന്നും ഇല്ല, നല്ല അടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്ന് ഞാൻ മമ്മിയോട് പറഞ്ഞത്. പക്ഷെ എനിക്ക് മനസ്സിലാവണ പോലെ ഞാൻ ദൈവത്തിന്റെ വചനം പറയാൻ ആഗ്രഹിക്കുന്നു. മേ ബി നിങ്ങൾ പലപ്പോഴും ഈ ഭാഗമൊക്കെ കേട്ട് കാണും. പക്ഷെ നമ്മൾ പ്രാർത്ഥനയോടെ ഇരിക്കുവാണെങ്കിൽ ദൈവം നമുക്ക് എന്താ വേണ്ടത് അത് ദൈവം നമ്മളോട് സംസാരിക്കും. ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ഒരു പോയിന്റെങ്കിലും എന്റെ പ്രസംഗത്തിൽ നിങ്ങൾക്ക് മനസ്സിലായും നിങ്ങൾക്ക് അതിലേക്ക് നിങ്ങൾക്ക് സമർപ്പിക്കാൻ പറ്റുവാണെങ്കിൽ അത് എനിക്കൊരു സക്സസ് ആണ്, എന്റെ മെസ്സേജിന്റെ ഒരു സക്സസ് ആണ്. ഞാൻ വിചാരിക്കുന്നില്ല നിങ്ങൾ മൊത്തം പ്രസംഗം കേട്ട് അതുപോലെ തന്നെ ഒരു പോയിന്റെങ്കിലും ദൈവം നിങ്ങളോട് ടച്ച് ചെയ്യുവാണെങ്കിൽ അത് എന്റെ മെസ്സേജിന്റെ ഒരു സക്സസ് ആയിരിക്കും. പിന്നെ എന്റെ മലയാളം ഒത്തിരി വീക്കാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതിരിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയണ ഒരു ഇൻസിഡന്റ് ആണ്. മാർക്ക് 5-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യം. യേശു വീണ്ടും പടകിൽ കയറി ഇക്കരെ കടന്ന് കടലരികെ ഇരിക്കുമ്പോൾ വലിയ പുരുഷാരം അവന്റെ അടുക്കൽ വന്നുകൂടി. പള്ളിപ്രമാണികളിൽ യായിറോസ് എന്ന് പേരുള്ള ഒരുത്തൻ വന്നു അവനെ കണ്ട് കാൽക്കൽ വീണു. എന്റെ മകൾ അത്യാസനത്തിലിരിക്കുന്നു, അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് നീ വന്ന് അവളുടെ മേൽ കൈവയ്ക്കണമേ എന്ന് വളരെ അപേക്ഷിച്ചു. അവനോടുകൂടെ പോയി. വലിയ പുരുഷാരവും പിൻചെന്ന് അവനെ തിക്കിക്കൊണ്ടിരുന്നു. അപ്പോ അവിടെ ജൈറസ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ, അവന്റെ ഡോട്ടർ ഇസ് ഡൈങ്, ഡോട്ടർ മരിക്കാനുള്ള ആ ഒരു ലാസ്റ്റ് പോയിന്റ് വരെ വന്നിരിക്കുകയാണ് ജൈറസിന്റെ മോള്. അന്നേരാണ് സൈറസ് ബെഗ് ചെയ്യുവാണ്, ജീസസിനോട് ബെഗ് ചെയ്യുവാണ്, യേശുവെ നീ എന്റെ വീട്ടിലേക്ക് വരണേ, ഒന്ന് എന്റെ കൊച്ചിന്റെ മേലില്, മൈ ഡോട്ടർ ലൈസ് അറ്റ് പോയിന്റ് ഓഫ് ഡെത്ത്, കം ആൻഡ് ലേ യുവർ ഹാൻഡ് ഓൺ ഹർ ദാറ്റ് ഷീ മേ ബി ഹീൽഡ് ആൻഡ് ഷീ വിൽ ലീവ്. ഒന്ന് കൈ വെച്ചൊന്ന് തൊട്ടാ മതി, അവള് സൗഖ്യം പ്രാപിക്കുന്നതാണ്. അപ്പൊ ജൈറസിന്റെ ഞാനിങ്ങനെ ചെറുതായിട്ട് കണ്ടക്സ്റ്റ് സെറ്റ് ചെയ്യാണ്. ജൈറസിന്റെ ജീവിതത്തിൽ ഏറ്റവും മുഖ്യമുള്ള കാര്യം, ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ള കാര്യം, അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പ്രയോറിറ്റി ഉള്ള കാര്യം എന്തുവാ? ജൈറസിന്റെ മോള് മരിക്കാൻ കിടക്കുന്നു. അതിനേക്കാളും വേറെ ഇമ്പോർട്ടന്റ് ആയ കാര്യം ഒന്നുമല്ല, ഒത്തിരി വലിയ പ്രയോറിറ്റിയാണ്. യേശുവും എഗ്രി ചെയ്തു, ഞാൻ വരാം. യേശു എന്ത് ചെയ്തു? അവന്റെ കൂടെ പോയി. അവന്റെ കൂടെ വേറെ ആരൊക്കെ പോയി? മൾട്ടിറ്റ്യൂഡ്സ് ഓഫ് ഒത്തിരി ജനങ്ങള് യേശുവിന്റെ ഒപ്പം പോയി, അല്ലെ? അപ്പൊ ഒരു പ്രയോറിറ്റി സെറ്റ് ചെയ്തിരിക്കുക. ജൈറസ് ഈസ് വിത്ത് ദ പ്രയോറിറ്റി. യേശുവും ഒരു പ്രയോറിറ്റി ചേഞ്ച് ചെയ്തു. ഇന്ന് ഞാൻ ജൈറസിന്റെ വീട്ടിൽ പോയിട്ട് പ്രാർത്ഥിക്കാൻ പോവാണ് ആ കൊച്ചിന്റെ. ഇനിയിപ്പോ എന്തുവാ സംഭവിച്ചത്? നെക്സ്റ്റ് എന്തുവാ നമുക്ക് സംഭവിച്ചത്? 25-ാമത്തെ വാക്യം മുതൽ നമുക്ക് വായിച്ചിട്ട് നമുക്ക് 29-ാമത്തെ വാക്യം വരെ, സോറി 30-ാമത്തെ വാക്യം വരെ വായിക്കാം. 12 സംവത്സരമായിട്ട് രക്തസ്രവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയോന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്നിരുന്ന ഒരു സ്ത്രീ യേശുവിന്റെ വർത്തമാനം കേട്ടു.
അവന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. പുരുഷാരത്തിൽ കൂടെ പിറകിൽ വന്ന് അവന്റെ വസ്ത്രം തൊട്ടു. ക്ഷണത്തിൽ അവളുടെ രക്തസ്രവം നിന്നു. ബാധ മാറി താൻ സ്വസ്ഥതയായി എന്ന് അവൾ ശരീരത്തിൽ അറിഞ്ഞു. ഉടനെ യേശു തങ്ങളിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് ഉള്ളിൽ അറിഞ്ഞിട്ട് പുരുഷാരത്തിൽ തിരിഞ്ഞ് എന്റെ വസ്ത്രം തൊട്ടത് ആർ എന്ന് ചോദിച്ചു. അപ്പോ അവിടെ നടന്ന സംഭവം, സൈറസിന്റെ പ്രയോറിറ്റിന്റെ ഇടയ്ക്കിൽ ആര് വന്നു? ഒരു സ്ത്രീ വന്നു. ഒരു സ്ത്രീ വന്നിട്ട് എന്ത് ചെയ്തു? ആ സ്ത്രീ എന്തുവാ? 12 years ആയിട്ട് സ്ത്രീ ഒരു ചിലപ്പോ എനിക്ക് തോന്നുന്നു ചിലപ്പോ ജൂയിഷ് ലേഡി ആയിരിക്കും. 12 years ആയിട്ട് പുള്ളിക്കാത്തിക്ക് ഒരു രോഗമുണ്ട്, ഫ്ലോ ഓഫ് ഡെത്ത്. നിങ്ങൾ ഇപ്പൊ വായിച്ച മാതിരി അങ്ങനത്തെ ഒരു രോഗമായിട്ട് ഭാരപ്പെടുന്നു ഒരു സ്ത്രീ. ഈ സ്ത്രീയുടെ നമ്മള് ജൂയിഷിന്റെ ആ കൾച്ചർ നമ്മള് പഠിച്ചു നോക്കുവാണെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്ത്രീക്ക് ഒരു മനുഷ്യനെയും ടച്ച് ചെയ്യാൻ പാടില്ല. ബിക്കോസ് അത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരെല്ലാവരും എന്താവും? ഇംപ്യൂർ ആവും. അവർ ശുദ്ധിയില്ലാത്ത മാതിരി ആവും, അശുദ്ധിയാവും അവര്. അപ്പൊ അതുകൊണ്ട് ഈ സ്ത്രീ ആരെയും ടച്ച് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സ്ത്രീയാണ് അവിടെ വന്നത്. ആ സ്ത്രീ വന്നിട്ട് എന്ത് പറഞ്ഞു? ഞാൻ യേശുവിന്റെ വസ്ത്രം, യേശുവിനെ തൊടണ്ട, പക്ഷെ യേശുവിന്റെ വസ്ത്രം ഞാൻ തൊട്ട് കഴിഞ്ഞാൽ എനിക്ക് ആ സൗഖ്യം പ്രാപിക്കും എന്ന് പറഞ്ഞിട്ട് ആ വിശ്വാസത്തോടെയാണ് ആ സ്ത്രീ പറഞ്ഞത്. ആ ഒരു ആത്മാർത്ഥത്തോടെ ആണ് ആ സ്ത്രീ പറഞ്ഞത്. അപ്പൊ ആ സ്ത്രീ യേശുവിന്റെ വസ്ത്രം തൊട്ടപ്പോൾ എന്ത് സംഭവിച്ചു? സ്ത്രീക്ക് സൗഖ്യം ലഭിച്ചു, അല്ലെ? ഒരു എന്തോ അവിടെ എഴുതിയിരിക്കുന്നത്, immediately the fountain of blood, her blood was dried up and she felt her body that she was healed of the affliction. Okay, and Jesus, ഇതാണ് ഇമ്പോർട്ടന്റ് ആയ കാര്യം ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. യേശു തിരിഞ്ഞു നോക്കി പറഞ്ഞു. എന്തോ പറഞ്ഞേ? ഒന്ന് വായിക്കാം അത്. ജീസസ് ഉടനെ യേശു തങ്ങളിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് ഉള്ളിൽ അറിഞ്ഞിട്ട് പുരുഷാരത്തിൽ തിരിഞ്ഞു എന്റെ വസ്ത്രം തൊട്ടത് ആർ എന്ന് ചോദിച്ചു. അപ്പൊ യേശു തിരിഞ്ഞിട്ട് ചോദിക്കുവാണ്. യേശുവിന് മനസ്സിലായി എന്തോ ഒരു പവർ യേശുവിന്റെ അടുത്തുനിന്ന്. പക്ഷെ യേശു ചോദിക്കുവാണ്, ഹൂ ടച്ച്ഡ് മീ? ആ ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇന്ന് കുറച്ചുകൂടി ഹൈലൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അവിടെ ഇത്രയും പുരുഷാരം ഉണ്ടായിരുന്നു, അല്ലെ? ഇത്രയും ക്രൗഡ് ഉണ്ടായിരുന്നു. എല്ലാവരും അവിടെ നമ്മൾ വായിക്കുന്നത്, ഒരു വാക്യത്തിൽ വായിക്കുന്നു, ഒത്തിരി ജനങ്ങൾ ഫോളോഡ് ചെയ്യുന്നു. ത്രോങ്ഡ് എന്ന് വെച്ചാൽ ഭയങ്കര തിരക്ക്. ആ സമയത്ത് ഒരു സ്ത്രീ, അതും യേശുവിനെ തൊട്ടില്ല, പക്ഷെ യേശുവിന്റെ വസ്ത്രമാണ് തൊട്ടത്. എന്നിട്ട് യേശു തിരിഞ്ഞു നോക്കി പറഞ്ഞു, എന്നെ ആര് തൊട്ടുന്നു? ഞാനിങ്ങനെ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമായിരുന്നു. ഇത്രയും ക്രൗഡ് ഉണ്ട്. നമ്മുടെ അവസ്ഥ എങ്ങനെയാണ്? നമ്മള് ആ ക്രൗഡിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണോ, അതോ നമ്മൾ ഈ സ്ത്രീനെ പോലെയാണോ എന്നാണ് നമ്മുടെ ക്രിസ്ത്യൻ ലൈഫിൽ നമ്മൾ അന്വേഷിക്കേണ്ടത്. മനസ്സിലായോ? ഈ ക്രൗഡിൽ ഒത്തിരി ആൾക്കാർ യേശുവിനെ തൊട്ടു, പക്ഷെ യേശുവിനെ ആരാ തൊട്ടതെന്ന് ഒന്നും യേശുവിനെ, ഓഫ്കോഴ്സ് ദൈവമാണ്, യേശുവിനെ അറിയാം, പക്ഷെ യേശു റിയാക്ട് ചെയ്തില്ല. പക്ഷെ ഈ സ്ത്രീ അത് തൊട്ടപ്പോൾ യേശു റിയാക്ട് ചെയ്തു. മനസ്സിലായോ? നമ്മുടെ അവസ്ഥ, നമ്മുടെ ക്രിസ്ത്യൻ ലൈഫ് എങ്ങനെയാണെന്നാണ് ഞാനിത് നിങ്ങളോട് ഒന്ന് മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കുന്നത്. നമ്മൾ ആ ക്രൗഡിന്റെ ഒരു മെമ്പർ ആണോ, അതോ നമ്മുടെ ജീവിതം ഈ സ്ത്രീനെ പോലെയാണോ? നമ്മൾ യേശുവിനെ വിളിച്ചാൽ യേശു നമ്മളെ തിരിഞ്ഞു നോക്കി ചോദിക്കോ, ലിജുവെ നീ ആണോ എന്നെ തൊട്ടെ? ലിജു ആണോ, അല്ലെങ്കിൽ ജെയിൻ ആണോ? അതോ യേശുവിനെ മനസ്സിലാവുന്നില്ല ആരാ എന്നെ വിളിച്ചേന്ന്? അങ്ങനത്തെ അവസ്ഥയാണോ? നിങ്ങൾക്ക് മനസ്സിലാവണോ ഞാൻ പറയുന്നത്? 2 കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്. നമ്മൾ ചർച്ചിൽ വരുന്നുണ്ടാവും, നമ്മൾ സൺഡേ സ്കൂൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും, നമ്മൾ യൂത്ത് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും, നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ യേശു അത് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. മനസ്സിലായോ? നമ്മൾ പല കാര്യങ്ങളും ഒത്തിരി കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടാവും. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല, നിങ്ങളെ നെഗറ്റീവായിട്ട് എടുക്കാൻ വേണ്ടിയല്ല. പക്ഷെ നമ്മള് എന്ത് കാര്യങ്ങളും നമ്മൾ യേശുവിന് വേണ്ടി ചെയ്യുന്നു, അല്ലെങ്കിൽ യേശുവിന്റെ അടുത്ത് നമ്മൾ ചെയ്യുന്നു, പ്രാർത്ഥിക്കുവാണോ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സ്തുതി ചെയ്യുവാണോ, പാട്ട് പാടുവാണോ, അത് നമ്മൾ പൂർണ്ണ മനസ്സോടെ ആത്മാർത്ഥത്തോടെ നമ്മൾ ചെയ്യുവാണെങ്കിൽ എന്നാൽ മാത്രമേ ദൈവത്തിന് അത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ജീവിതം നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയേ, ഞാൻ എങ്ങനെയാണ്? നമ്മളൊരു ചടങ്ങായിട്ടാണോ എടുക്കണേ? നമ്മളൊരു ട്രഡിഷൻ ആയിട്ടാണോ എടുക്കണേ?
നമ്മുടെ പപ്പയും മമ്മിയും സൺഡേ പോകുന്നുണ്ട്. അവർക്ക് വലിയ നല്ല എക്സ്പീരിയൻസ് കാണുമായിരിക്കും. അവർ ദൈവം അത്ഭുതമായിട്ട് ദൈവം അവിടെ വിടുവിച്ചിട്ട് അവർക്ക് നല്ല എക്സ്പീരിയൻസ്. ഞാൻ യങ്സ്റ്റേഴ്സിനോട് സംസാരിക്കുന്നത്, നമ്മൾ അവരെ കണ്ടിട്ടാണോ ചർച്ചിൽ നമ്മൾ പോണത്? അതോ അവരെ കണ്ടിട്ടാണോ നമ്മൾ പാട്ട് പാടുന്നത്? എന്നും നമ്മൾ പാട്ട് പാടണം, എല്ലാ സൺഡേ പാട്ട് പാടണം, ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പാടുന്നത്? അതോ എനിക്ക് ദൈവമായിട്ട് ഒരു ബന്ധമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ദൈവത്തിനെ സ്തുതിക്കുന്നത്? അതാണ് ഞാൻ ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇത് സ്റ്റോറി സംതിങ് ഡിഫറെന്റ് ആയിരിക്കും, പക്ഷേ നമ്മൾ ഇത് മനസ്സിലാക്കണം. ഗോഡ് ഈസ് എക്സ്പെക്ടിങ് അസ് അവർ ഹോൾ ഹാർട്ട്. അതുകൊണ്ടാണ് ബൈബിളിൽ പറയുന്നത്, എന്റെ പൂർണ്ണ മനസ്സോടെയും പൂർണ്ണ ആത്മാവോടെയും പൂർണ്ണ ശക്തിയോടെയും വിത്ത് ഓൾ മൈ സ്ട്രെങ്ത്, വിത്ത് ഓൾ മൈ സ്പിരിറ്റ്, വിത്ത് ഓൾ മൈ സ്ട്രെങ്ത് എന്നാണ് യേശുവിനെ സ്നേഹിക്കുന്നതാണ് അവിടെ പറഞ്ഞിരുന്നത്. മനസ്സിലാവുണ്ടോ? അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾ ഇത് നിങ്ങൾ ചിന്തിച്ചാൽ മതി. എവറി ഡേ ലാസ്റ്റ് 24 hours എപ്പോഴാണ് ഞാനും ദൈവമായിട്ട് ഒരു ബന്ധമുണ്ടായത്? നിങ്ങൾ ചിലപ്പോൾ പറയുമായിരിക്കും, ഞാൻ കുടുംബ പ്രാർത്ഥന പ്രാർത്ഥിച്ചായിരുന്നു, ഞാൻ രാത്രി പ്രാർത്ഥിച്ചായിരുന്നു. പക്ഷേ ആ ഒരു ബന്ധത്തിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ് വലിയൊരു ഇമ്പോർട്ടന്റ് കാര്യം. ആ സ്ത്രീക്ക് ആ ഒരു വിശ്വാസം, അല്ലെങ്കിൽ ദൈവം സൗഖ്യമാക്കുമെന്നല്ല. ബിക്കോസ് നമ്മൾ ഈ അതിന്റെ മുമ്പിലത്തെ മാർക്ക് 3-ാമത്തെ അധ്യായത്തില് മൂന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ 10-ാമത്തെ വാക്യം വായിച്ച്, 3-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം വായിച്ച്, അവൻ അനേകരെ സൗഖ്യമാക്കുകയാൽ ബാധകളുള്ളവരൊക്കെയും അവനെ തൊടേണ്ടതിന് തിക്കിത്തിരക്കി വന്നു. അപ്പൊ അവിടെ എഴുതിക്കുന്നത് ആൾക്കാർ തൊട്ടിട്ടാണ് സൗഖ്യം പ്രാപിച്ചത്. ഇതുവരെയും ആരും യേശുവിന്റെ തുണി തൊട്ടിട്ട് സൗഖ്യമായിട്ടില്ല. ഈ ഇൻസിഡന്റ് കഴിഞ്ഞിട്ടാണ് മാർക്ക് 6-ാമത്തെ അധ്യായത്തിലെ 56-ാമത്തെ വാക്യം വായിച്ച്, മാർക്ക് 6:56, ഊരുകളിലോ പട്ടണങ്ങളിലോ കുടികളിലോ അവൻ ചെന്നിടത്തൊക്കെയും അവർ ചന്തകളിൽ രോഗികളെ കൊണ്ടുവന്നു വെച്ചു. അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ എങ്കിലും തൊടേണ്ടതിന് അപേക്ഷിക്കുകയും അവനെ തൊട്ടവർക്ക് ഒക്കെയും സൗഖ്യം വരികയും ചെയ്തു. അപ്പൊ ഈ ഇൻസിഡന്റ് കഴിഞ്ഞിട്ടാണ് ആൾക്കാരൊക്കെ ഇപ്പൊ വസ്ത്രം തൊടാൻ തുടങ്ങിയത്. മനസ്സിലായോ? അപ്പൊ ഈ സ്ത്രീക്ക് അത്രയും മാത്രം വിശ്വാസം, അല്ലെങ്കിൽ അത്രയും മാത്രം അടുപ്പുണ്ടായിരുന്നു യേശുവായിട്ട്. യേശുവിനെ ഞാൻ വസ്ത്രം തൊട്ടാൽ മതി, എനിക്ക് സൗഖ്യം കിട്ടും. ആ ഒരു ദാഹം, ആ ഒരു ബേർഡനിലാണ് ആ പുള്ളിക്കാരത്തി അവിടെ യേശുവിന്റെ അടുത്ത് വന്നത്. നമ്മുടെ പ്രാർത്ഥന ജീവിതം, നമ്മുടെ ലൈഫ് സ്റ്റൈൽ, നമ്മൾ എന്ത് ചെയ്യുന്നു, ഞാൻ പിന്നെയും പറയാണ്, ആരെയും ഞാൻ പോയിന്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയല്ല. ഇത് എന്നോട് ദൈവം സംസാരിച്ചതാണ്. ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്യുവാണ് നിങ്ങളോട്. ദൈവം എക്സ്പെക്ട് ചെയ്യുന്നത് ആ ഒരു ബേർഡൻ ആയിട്ട് ദൈവത്തിന്റെ അടുത്ത് വരണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ആ ഒരു ബേർഡൻ ഉണ്ടാവണം, ആ ഒരു ദൈവമുള്ള ഡിസയർ ഉണ്ടാവണം. അന്ന് മാത്രമേ ദൈവം നമ്മളെ റിക്കഗ്നൈസ് ചെയ്യുള്ളൂ, നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുള്ളൂ, നമ്മുടെ സാക്രിഫൈസ് ദൈവം ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. ദ ബെസ്റ്റ് അല്ലെ? നമ്മുടെ കെയിൻ ആബേൽ എന്തുവാ ചെയ്തത്? ദ ബെസ്റ്റ്. ഹി ഗേവ് ദ ബെസ്റ്റ് സാക്രിഫൈസ്. കെയിൻ എന്ത് ചെയ്തു? എങ്ങനെയോ ഒരു യാഗം അർപ്പിക്കുന്നത് വെച്ചിട്ട് അവൻ യാഗം അർപ്പിച്ചു. അപ്പൊ നമ്മുടെ ജീവിതത്തിലും ആ കെയിന്റെ പോലെ ആവാതെ, ആ ഒരു ട്രഡീഷണൽ അപ്രോച്ച് നമുക്ക് ഉണ്ടാവാതെ, ട്രഡീഷണലോ അല്ലെങ്കിൽ ചടങ്ങോ നമ്മുടെ മനസ്സിലൊന്നും ഉണ്ടാവാതെ, നമ്മൾ ദൈവത്തിന്റെ അടുത്ത് പോകുമ്പോൾ ദൈവമായിട്ട് ഒരു ബന്ധം നമുക്ക് ഉണ്ടാവണം. ആ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് ഓൾവേസ് ഉണ്ടാവണം. എവറി അവർ വി ഷുഡ് ഹാവ് ദാറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. ദൈവമായിട്ടുള്ള ബന്ധം ഓൾവേസ് ഉണ്ടാവണം, അല്ലെ? പിന്നെ നമുക്ക് അടുത്തതായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഞാൻ 2-3 കാര്യങ്ങൾ ഇതിൽ പറയാൻ ആഗ്രഹിക്കുന്നു, അത് പറഞ്ഞിട്ട് ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ഈ സ്ത്രീനെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഞാൻ പറഞ്ഞിട്ട് 12 വർഷമായി ഈ സ്ത്രീ ഒന്നെങ്കിലും ടച്ച് ചെയ്ത് ഇംപ്യൂർ ആവും. അപ്പൊ സ്ത്രീക്ക് മനസ്സിലായി, ഞാൻ ഇനി എനിക്ക് പുള്ളിക്കാരത്തി ഒത്തിരി ഡെസ്പറേറ്റ് ആണ്, എങ്ങനെയും യേശുവിനെ തൊട്ടാൽ മതി എന്നാണ് പുള്ളിക്കാരത്തി വന്നു കഴിഞ്ഞാൽ. ഇനി ആ സൗഖ്യം അവൾക്ക് ലഭിച്ചേർന്നില്ലെങ്കിൽ എന്തായിരുന്നു? സൗഖ്യം ലഭിച്ചേർന്നെങ്കിൽ അവള് എക്സ്പോസ് ആയിരുന്നു. അവിടെ നിൽക്കുന്ന എല്ലാ ജനങ്ങളും അശുദ്ധിയായി മാറിയായിരുന്നു. അത്രയും വലിയ റിസ്ക് എടുത്തിട്ടാണ് ഈ പുള്ളിക്കാരത്തി വന്നത്. ഈ പുള്ളിക്കാരത്തിക്ക് അത്രയും വിശ്വാസം ഉണ്ടായിരുന്നു, ഞാൻ യേശുവിനെ തൊട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ യേശുവിന്റെ വസ്ത്രം തൊട്ട് കഴിഞ്ഞാൽ എനിക്ക് സൗഖ്യം കിട്ടും. 4 കാര്യങ്ങൾ ഈ പുള്ളിക്കാരത്തിന്റെ ജീവിതത്തിൽ ഞാൻ ക്വിക്ലി പറയാൻ ആഗ്രഹിക്കുന്നു. 1, ഈ പുള്ളിക്കാരത്തികളിൽ സമയം ഇല്ല. 12 വർഷമായി, ഇനിയും പുള്ളിക്കാരത്തിക്ക് സമയം ഇല്ല, അല്ലെ? 12 വർഷമായിട്ട് ഒരു രോഗത്തിൽ ഭാരപ്പെടുന്നു. പുള്ളിക്കാരത്തിക്ക് അറിയാം, ഇനി മുന്നോട്ട് പോയാൽ പുള്ളിക്കാരത്തി മരിക്കും. 2-ാമത്തെ കാര്യം, പുള്ളിക്കാരത്തിൽ ഒരു ഓപ്ഷൻ ഇല്ല. പുള്ളിക്കാരത്തി അവിടെ എഴുതിക്കുന്നു, സഫേർഡ് മെനി തിങ്സ് ഫ്രം മെനി ഫിസിഷ്യൻസ്. അതിന്റെ അർത്ഥം പുള്ളിക്കാരത്തി എല്ലാ ഡോക്ടേഴ്സ്മാരുടെ അടുത്ത് പോയി, പക്ഷെ
ഒരു ഓപ്ഷനും ഇല്ല. മൂന്നാമത്തെ കാര്യം റിസോഴ്സസ്. ഹി സ്പെൻഡ് ഓൾ ഹർ മണി. എല്ലാം പൈസ എല്ലാം ചെലവാക്കി, എല്ലാ ധനം എല്ലാം ചെലവാക്കി ഇത്, പക്ഷെ ഒരു സൗഖ്യമില്ല. നാലാമത്തെ കാര്യം, ഒരു പ്രോഗ്രസ് ഇല്ല. 12 വർഷമായി, എന്നിട്ട് എന്തോ എഴുതിയിരിക്കണേ, റാദർ ഗ്രൂ വേഴ്സ് എന്ന് എഴുതിയിരിക്കുന്നത്. അതിന്റെ അർത്ഥം ഈ രോഗം ഇനി വേഴ്സ് ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ 4 കാരണം ഇത്രയും വലിയ പരിസ്ഥിതിയിലാണ് ഈ പുള്ളിക്കാരത്തി സർക്കംസ്റ്റൻസ് ചെയ്യുന്നത്. കാര്യം ജയന് നമ്മുടെ ഷിഫ്റ്റ് സമയത്ത് പറഞ്ഞു, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, അത് വിച്ച് ഇസ് ലിങ്ക് ടു ദിസ് മെസ്സേജ് ഓൺലി. അത്രയും വലിയ സർക്കംസ്റ്റൻസസിലാണ് ഈ പുള്ളിക്കാരത്തി പോണേ, ബട്ട് ദെൻ സ്റ്റിൽ ഈസ് കമ്മിങ് ടു ഗോഡ്. നമ്മുടെ ജീവിതം എങ്ങനെയാ? നമ്മുടെ ജീവിതത്തിൽ മേ ബി ഈ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കില്ല, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ നമ്മുടെ സ്വന്തം ബുദ്ധിയിൽ നമ്മൾ അത് സോൾവ് ചെയ്യാൻ നോക്കുന്നു, ദൈവത്തോട് പോവാണ്ട്, ദൈവത്തിന്റെ അടുത്ത് പോവാണ്ട്, അല്ലെ, യേശുവിന്റെ അടുത്ത് പോവാണ്ട്. പക്ഷെ വേർ ഇസ് ദ ആൻസർ? ആൻസർ ഇസ് വിത്ത് ഗോഡ്. ഈ പ്രശ്നങ്ങള് ഇതിന്റെ ആൻസർ ആരുടെ കയ്യിലാ? യേശുവിന്റെ കയ്യിലാണ് ഉത്തരമുള്ളത്. നമ്മൾ നമ്മുടെ അവസ്ഥയിൽ വരുമ്പോൾ നിരാശപ്പെടാതെ അല്ലെങ്കിൽ വിഷമം ഒന്നും ഉണ്ടാവാതെ നമ്മൾ ദൈവത്തിന്റെ അടുത്തിൽ ആ ബന്ധത്തിൽ നമ്മൾ പോകുമ്പോൾ God will definitely answer our prayer and God will provide the solution to it. അല്ലെ? പിന്നെ നമ്മള് വായിക്കുന്നു, നമ്മൾ മറക്കരുത്, നമ്മൾ ജൈറസിനെ അവിടെ വിട്ടിട്ടാ വന്നിരിക്കുന്നത്. നമ്മൾ തുടങ്ങിയത് ജൈറസിന്റെ സ്റ്റോറി മുതലാണ് നമ്മൾ തുടങ്ങിയത്, അല്ലെ? ഈ സ്ത്രീ ഇടയ്ക്കിൽ വന്നു, ഈ സ്ത്രീ പ്രയോറിറ്റീസ് ചേഞ്ച് ചെയ്തു. പക്ഷെ ജൈറസ് അവിടെ ഞാൻ ചിന്തിക്കുവാണെങ്കിൽ ജൈറസ് അവിടെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുമായിരിക്കും, എന്റെ മോള് മറിക്കാറായി. പക്ഷെ ഈ സ്ത്രീ ഇപ്പോ ഇടയ്ക്കേറി വന്നു, യേശുവിന്റെ പ്രയോറിറ്റീസ് ചേഞ്ച് ആയി, ഈ സ്ത്രീനെയാണ് യേശു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓഫ്കോഴ്സ് മാനുഷികമായി ചിന്തിക്കുമ്പോൾ അങ്ങനെ ആയിരിക്കും ജൈറസ് ചിന്തിച്ചിട്ടാവുക, എന്റെ മോള് മറിക്കാറായല്ലോ. പക്ഷെ അത് നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം, ദൈവത്തിന്റെ പ്രയോറിറ്റീസ് ഇസ് ടോട്ടലി ഡിഫറെന്റ്, നമ്മുടെ പ്രയോറിറ്റീസ് ഈസ് ടോട്ടലി ഡിഫറെന്റ്. ബൈബിൾ പറയുന്നു, എന്റെ വഴികളല്ല നിന്റെ വഴികളല്ല എന്റെ വഴികൾ, നിന്റെ തോട്ട്സ് ആർ നോട്ട് മൈ തോട്ട്സ് എന്നാണ് ദൈവം പറയുന്നത്. നമ്മൾ ചിന്തിക്കുന്ന മാതിരി ഒന്നുമല്ല നമ്മുടെ പ്രശ്നങ്ങള്. ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയുവാണ്. നമ്മൾ ഫ്ലൈറ്റ് പിടിക്കാൻ പോവുകയാണെങ്കിൽ, ചിലപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ ലേറ്റ് ആവുകയാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മള് ദൈവത്തോട് പ്രാർത്ഥിക്കില്ലേ, ദൈവമേ ഫ്ലൈറ്റിനെ ലേറ്റ് ആക്കണേ, എന്നാ ഞാൻ എത്തുമ്പോ എനിക്ക് ഫ്ലൈറ്റിൽ കയറാലോ. പക്ഷെ ഒരു കാര്യം ചിന്തിച്ചു നോക്കിയേ, ആ ഫ്ലൈറ്റിന്റെ അകത്ത് വേറെ എന്തോരം ആൾക്കാരുണ്ട്, അവർക്ക് എന്തുവാ പ്രാർത്ഥിക്കണേ? അവർ പ്രാർത്ഥിക്കുന്നത് ഈ ഫ്ലൈറ്റ് കറക്റ്റ് ടൈമിൽ പോകാൻ വേണ്ടിയാ പ്രാർത്ഥിക്കണേ, അല്ലേ? നമ്മൾ വിചാരിക്കുന്നു ദൈവം ആരുടെ പ്രാർത്ഥന കേൾക്കാം? ഗോഡ് ഈസ് ഡിസൈഡിങ് ദ പ്രയോറിറ്റീസ് ഇൻ അവർ ലൈഫ്. ദൈവമാണ് പ്രയോറിറ്റീസ് സെറ്റ് ചെയ്യുന്നത്, നമ്മളല്ല. നമ്മൾ വിചാരിക്കും നമ്മുടെ പ്രശ്നങ്ങൾ വലിയ പ്രശ്നങ്ങളാണ്, പക്ഷെ ദൈവത്തിനെ അതിനേക്കാളും നമ്മുടെ പ്രശ്നത്തിന്റെ ഇടയില് വേറെ കുറെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാണ്ട്. പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എന്താ സംഭവിക്കണേ? സൈറസിനെയും മോൾക്ക് സൗഖ്യം കിട്ടി, ഈ സ്ത്രീക്കും സൗഖ്യം കിട്ടി. മനസ്സിലായോ? അപ്പൊ എത്ര പ്രയോറിറ്റീസ് ചേഞ്ച് ആയാലും, ദൈവം എത്ര പ്രയോറിറ്റീസ് ചേഞ്ച് ചെയ്താലും, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ചിലപ്പോ ലേറ്റ് ആയാലും, എൻഡ് ഓഫ് ദ ഡേ ദൈവത്തിന്റെ നാമമാണ് മഹത്വപ്പെടുന്നത്, അല്ലെ? ദൈവത്തിന്റെ നാമമാണ് മഹത്വപ്പെടുന്നത്. ദൈവം അത് കംപ്ലീറ്റ് ആയിട്ട് ദൈവം അത് ചെയ്യും, ബ്യൂട്ടിഫുൾ ആയിട്ട് ദൈവം അത് ചെയ്യും. ഒരിക്കലും നമ്മള് നിരാശപ്പെടരുത്. എന്റെ പ്രയോറിറ്റീസ് എന്തുകൊണ്ട് സംഭവിച്ചില്ല? നിങ്ങൾ യങ്സ്റ്റേഴ്സ് ഒക്കെ ആണ്, എനിക്കറിയാം നിങ്ങളുടെ ജീവിതത്തിൽ കുറെ ചാലഞ്ചസ് നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഞാനും ആ ഒരു ചാലഞ്ചസ് ക്രോസ് ചെയ്തിട്ടാ പറയണേ. അല്ലെ, നിങ്ങളുടെ കരിയർ ഒരു ചാലഞ്ചാണ്, നിങ്ങളുടെ സ്റ്റഡീസ് ഒരു ചാലഞ്ചാണ്, നിങ്ങളുടെ ജോബ് അതിനേക്കാളും വലിയ ചാലഞ്ചാണ്, അല്ലെ? എന്തുകൊണ്ട് ഇത് നടക്കുന്നില്ല? നിങ്ങൾക്ക് കുറെ ക്വസ്റ്റ്യൻസ് മനസ്സിലുണ്ടാവും. കുഞ്ഞു പിള്ളേരായാലും പഠനം ഭയങ്കര ചാലഞ്ചസ് ആണ്. ഞാൻ വലിയ അതായെന്നല്ല ഞാൻ പറയണേ. പക്ഷെ ആ ചാലഞ്ചസ് നടക്കില്ല. നിങ്ങൾ ദൈവത്തിന്റെ മുമ്പാകെ നിങ്ങൾ വരുവാണെങ്കിൽ, ദൈവത്തിനോട് നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ, ആ ആത്മാർത്ഥത്തോടെ ആ ബന്ധം മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ ദൈവം അതിന്റെ ഉത്തരം നൽകും. അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. മനസ്സിലായോ? ഒത്തിരി ഡിസ്ട്രാക്ഷൻസ് നിങ്ങൾക്ക് വരുമായിരിക്കും. ഓക്കെ, ഇവിടെ അത് വിടറാ, ഇത് ശരിയാവില്ല. ഒത്തിരി നെഗറ്റീവ് തോട്ട്സ് യു മൈറ്റ് ബി ഗെറ്റിംഗ്. പക്ഷേ ഒരു കാര്യം ചിന്തിക്കണം, ദൈവം നിങ്ങളുടെ പ്രയോറിറ്റീസിൽ ദൈവം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സൈറസിന്റെ പ്രയോറിറ്റീസിൽ ദൈവം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പക്ഷെ നമ്മൾ അറിയുന്നില്ല. ദൈവം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, യേശു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യേശു സൈറസിനെ കൈവിട്ടില്ല, അല്ലെ? ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തുന്നത് എന്തെന്ന് പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞിട്ട് യേശു എന്തുവാ പറഞ്ഞേ? ടു നോട്ട് ബി അഫ്രൈഡ്, ഓൺലി ബിലീവ്. നീ ഭയപ്പെടേണ്ട, എന്നിൽ വിശ്വസിക്കുന്നതാണ് യേശു അവിടെ പറയുന്നത്.
ജൈറസ് ഇതൊക്കെ കാണുന്നുണ്ട്, ഈ സൗഖ്യം കാണുന്നുണ്ട്, ഈ പ്രശ്നങ്ങളെല്ലാം കാണുന്നുണ്ട്. ജൈറസിന്റെ വിശ്വാസം കുറയല്ല ചെയ്യണേ, ജൈറസിന്റെ വിശ്വാസം വർദ്ധിക്കുവാണ് ചെയ്യുന്നത്. അതേഴ്സ് മറ്റവരുടെ പ്രയർ ആൻസർ ആവുമ്പോ അവന്റെ വിശ്വാസം വർദ്ധിക്കുക ചെയ്യണേ. അവനെ അറിയാം, ഇവളെ സൗഖ്യമാക്കി കഴിഞ്ഞാൽ ദൈവം എന്റെയും സൗഖ്യമാക്കും. അവൻ അന്നേരം പറഞ്ഞു, ഇല്ല യേശു എന്റെ കൊച്ചു മരിച്ചു, നമുക്ക് തിരിച്ചു പോവാം, ഇനിയിപ്പോ പോയിട്ട് കാര്യമില്ല, അങ്ങനൊന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ വേറെ ഒരു പോയിന്റ് നോക്കുവാണെങ്കിൽ യേശുവിനെ പറയാറുണ്ട്, ജൈറസ് നീ പേടിക്കണ്ട, നിന്നെ കൊച്ചിനെ ഞാൻ സൗഖ്യമാക്കും, അതും പറഞ്ഞില്ല യേശു. യേശു പറഞ്ഞു, എന്നെ വിശ്വസിക്കുക. നമ്മൾ യേശുവിലെ വിശ്വസിക്കുക. ദൈവത്തിന്റെ ആ സമയത്തിൽ ദൈവം, നമ്മള് പാട്ടുണ്ടല്ലോ, ഇൻ ഹിസ് ടൈം ഹി മേക്സ് ഓൾ തിങ്സ് ബ്യൂട്ടിഫുൾ. ദൈവത്തിന്റെ സമയത്തിൽ എല്ലാ കാര്യങ്ങള് ദൈവം നന്നായിട്ട് ചെയ്യും. ഞാൻ യങ്സ്റ്റേഴ്സിനോട് പറയുവാണ്, നിങ്ങളുടെ സമയമല്ല, ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഗോഡ് വിൽ ഡു ബ്യൂട്ടിഫുൾ ഇൻ യുവർ ലൈഫ്. ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഇവിടെ നിൽക്കണേ, മനസ്സിലായോ? ഞാൻ വലിയ ആളായൊന്നും അല്ല ഞാൻ പറയണേ, പക്ഷെ ഞാനൊരു എക്സാമ്പിൾ ആയിട്ടാണ് നിൽക്കണേ. എന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഓരോരോ കാര്യങ്ങൾ ഓർക്കുമ്പോൾ ഞാൻ വിചാരിച്ചത് വേറെ എന്തെങ്കിലും ആയിരിക്കും, പക്ഷെ അങ്ങനെയല്ല. ഞാൻ പ്രൊവർബ്സിൽ പറയുന്നു, ഇൻ ഓൾ യുവർ വേസ് എക്നോളജ് ഹിം, ഹി ഷാൽ ഡയറക്ട് യുവർ പാത്ത്. നിങ്ങളുടെ വഴികൾ നിങ്ങൾ എക്നോളജ് ചെയ്യുക ഈ ദൈവത്തോട്, അവൻ നിന്റെ പാത്ത് നേരെയാക്കുന്നാണ് പ്രൊവർബ്സിൽ പറയുന്നത്. ഡു നോട്ട് ബി വൈസ് ഇൻ യുവർ അണ്ടർസ്റ്റാൻഡിങ്. നിങ്ങളുടെ സ്വന്തം ബുദ്ധിയാൽ നിങ്ങള് വൈസ് ആവരുതെന്നാണ് അവിടെ പറയുന്നത്. യേശു പറയുവാണ്, ഡു നോട്ട് ബി അഫ്രേഡ്, ബിലീവ് ഇൻ മീ. നമ്മള് പത്രോസിന്റെ കാര്യം എനിക്ക് തോന്നുന്നു പത്രോസിന്റെ കാര്യം. പത്രോസിന്റെ ജീവിതത്തിൽ എങ്ങനെയാ, സ്റ്റോം വന്നപ്പോൾ പത്രോസ് യേശുവിനെ കണ്ടപ്പോൾ പത്രോസ് എന്തുവാ യേശുവോട് പറഞ്ഞേ? യേശുവെ ഈ സ്റ്റോം മാറ്റണമേ, എന്നിട്ട് ഞാൻ യേശുവിന്റെ അടുത്ത് വരാനാണോ പറഞ്ഞേ? ഇല്ല, ആ സ്റ്റോമിന്റെ നടുക്കോടെയാണ് അവൻ യേശുവിന്റെ അടുത്ത് പോകാൻ വിചാരിച്ചത്. അവനെ അറിയാം, ഈ ബോട്ടിൽ നിൽക്കണേക്കാളും സേഫ്റ്റി എവിടെയാ? ജീസസ് ഇൻസൈഡ് ദ സ്റ്റോം. മനസ്സിലായോ? ആ സ്റ്റോമിന്റെ നടുക്കിൽ യേശു ഉണ്ട്, അതാണ് കൂടുതൽ സേഫ്. ഡോണ്ട് തിങ്ക് ദാറ്റ് ദ സ്റ്റോം വിൽ പാസ് അവേ. ഈ സ്റ്റോം നിങ്ങൾ പാസ് ആവത്തില്ല. സ്റ്റോം വിൽ ഓൾവേസ് ബി ദർ, ബട്ട് ഇൻസൈഡ് ദ സ്റ്റോം ഹൂ ഇസ് ദർ? ആരാണ് ആ സ്റ്റോമിന്റെ അകത്തുള്ളത്? അതാണ് മാറ്റർ ചെയ്യുന്നത്. നമ്മുടെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ആ സ്റ്റോമിനെ മാറ്റാൻ നോക്കുക. ആൻഡ് വി ആർ ട്രൈങ് ടു ഗോ ഇൻ ടു ദാറ്റ് ബോട്ട്. അതർ ഡിസൈപ്പിൾസ് അതാ ചെയ്തത്, അവരൊക്കെ ആ മറ്റേ ബോട്ടിന്റെ അകത്ത് കയറി. പക്ഷെ നമ്മള് യേശുവിന്റെ അടുത്ത് പോകാൻ വേണ്ടി നമ്മൾ തീരുമാനം എടുക്കണം. എന്ത് പ്രോബ്ലം ആയിക്കോട്ടെ, എന്ത് അസുഖം ആയിക്കോട്ടെ, നിങ്ങൾക്ക് കുറെ ക്വസ്റ്റ്യൻസ് കാണുമായിരിക്കും, പക്ഷെ എന്ത് പ്രശ്നങ്ങളായിക്കോട്ടെ യേശുവിന്റെ അടുത്തുള്ള പോവാണ്. പക്ഷെ ഡോണ്ട് ഫോർഗെറ്റ് ടു മെയിൻറ്റെയിൻ ദാറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. ആ ഒരു റിലേഷൻഷിപ്പ് ഒത്തിരി മാറ്റേഴ്സ് ആണ്. ഒരു റിലേഷൻഷിപ്പ്, ഒരു ബന്ധമില്ലാണ്ട് നമ്മൾ യേശുവിനോട് വെറുതെ ഇങ്ങനെ പ്രാർത്ഥിക്കുവാണെങ്കിൽ, ജസ്റ്റ് ഇമാജിൻ, ഞാനൊരു ദൈവമാണെന്ന് വിചാരിച്ചോ. നിങ്ങളൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുവാണ്, കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, പക്ഷെ ഒരു ബന്ധവും ഇല്ല. ഞാൻ എങ്ങനെ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം? ഞാൻ എന്തുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം? നിങ്ങൾ വിചാരിച്ചു നോക്കേ, മാനസികമായിട്ട് നമ്മൾ ചിന്തിച്ചാലും മതി. പക്ഷെ ഞാൻ പറയണേ, ഞാൻ ഇതിൽ പെർഫെക്റ്റ് ആയിട്ടില്ല, ഞാൻ അതിൽ പെർഫെക്റ്റ് ആവണം. അതിനുവേണ്ടി ആ ദൈവം എന്നോട് ഇത് സംസാരിച്ചത്. മേ ബി സം ഓഫ് യു അതിലേക്ക് വരാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു ബന്ധം ഉണ്ടാവാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾ ചിന്തിച്ചാൽ മതി, ലാസ്റ്റ് 24 hours എനിക്ക് എത്രമാത്രം ദൈവമായിട്ട് ബന്ധമുണ്ടായിരുന്നു. ലാസ്റ്റ് 24 hours നിങ്ങൾക്ക് ഒരു ബന്ധം ഉണ്ടായില്ല, നിങ്ങൾ ജസ്റ്റ് വെറുതെ പ്രേയർ ചെയ്ത് പോവുകയാണെങ്കിൽ, പ്ലീസ് ബിവെയർ ദാറ്റ് യു ആർ ഓൺ ദ റോങ് ട്രാക്ക്. നമ്മൾ റോങ് ട്രാക്കിലാ പോകണേ, മനസ്സിലായോ? റൈറ്റ് ട്രാക്കിലല്ല. ഇറ്റ് സ്റ്റിൽ ടൈം ഇസ് ദെയർ. നമുക്ക് സമയമുണ്ട്. ദൈവത്തിന്റെ അടുക്കൽ നമുക്ക് വരാം. ദൈവമായിട്ട് ഒരു റിലേഷൻഷിപ്പ് നമുക്ക് കീപ് ഓൺ ഗ്രോയിങ് ദാറ്റ് റിലേഷൻഷിപ്പ്. മനസ്സിലായോ? നമ്മൾ ചർച്ചിൽ വരുമ്പോൾ ഒരു ആത്മാർത്ഥത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുക. എല്ലാ ഡിസ്ട്രാക്ഷൻസും മാറ്റാം. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ഡിസ്ട്രാക്ഷൻ ഉണ്ട്. നമ്മുടെ പഠന കാര്യങ്ങൾ നമ്മൾ ചില സമയത്ത് നമ്മുടെ പ്രാർത്ഥന സ്കിപ്പ് ചെയ്യാറുണ്ട്, അല്ലെ? നമ്മുടെ പഠനം കാരണം നമ്മൾ ചിലപ്പോൾ പ്രാർത്ഥന സ്കിപ്പ് ചെയ്യാറുണ്ട്. നമ്മുടെ ജോലി കാരണം നമ്മൾ പ്രാർത്ഥന സ്കിപ്പ് ചെയ്യാറുണ്ട്. ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഐ എം സെയിങ് ദാറ്റ് ഇറ്റ്സ് ഇൻക്ലൂഡിങ് മീ. പക്ഷെ ആ ഒരു ബന്ധം ഓൾവേസ് ഉണ്ടാവാൻ വേണ്ടിയും, ദൈവമായിട്ടൊരു ബന്ധം, ദൈവം നമ്മുടെ കമ്പാനിയനാണ്, ദൈവം നമ്മുടെ കൂടെയാണ്, അല്ലെ? നമ്മുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ ദൈവം നമ്മളെ ക്യാരി ചെയ്യുന്നതാണ് അവിടെ പറയുന്നത്, അല്ലെ? പിന്നെ അവസാനം നമ്മൾ ഒരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് നമ്മൾ കാണാം. അവിടെ ലാസ്റ്റ് വേഴ്സിൽ നമ്മൾ എന്ത് വായിക്കണേ? യേശു ഇനിയിപ്പോ സൈറസ്, നമുക്ക് സ്റ്റോറി അറിയാം, ഞാൻ സ്റ്റോറി ഫുൾ ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നില്ല. യേശു അവിടെ ചെന്നു, സൈറസിന്റെ കുഞ്ഞിനെ തൊട്ടു, എന്തുണ്ടായേ? സൗഖ്യം പ്രാപിച്ചു. പിന്നെ അതിന്റെ അവിടെ ഞാൻ എന്തോ ആ സെന്റൻസ് നോക്കട്ടെ.
is dead. അവിടെ ആ കൊച്ചിന്റെ വയസ്സ് എഴുതിയിട്ടുണ്ടല്ലോ, എവിടെയാണ്? 12 ആ, വയസ്സായിരുന്നു. 42 വാക്യം വായിച്ചേ. ബാല ഉടനെ എഴുന്നേറ്റ് നടന്നു. അവൾക്ക് 12 വയസ്സായിരുന്നു. അവർ അത്യന്തം വിസ്മയിച്ചു. ഇത് ആ ബാലൻ ആ ബാലൻ 12 വയസ്സ് ആയിരുന്നു. ഈ സ്ത്രീക്ക് എത്ര വർഷം വരെ അസുഖം ഉണ്ടായിരുന്നു? 12 വർഷം വരെ ഈ സ്ത്രീക്ക് അസുഖം ഉണ്ടായിരുന്നു. അപ്പൊ ജസ്റ്റ് ഇമാജിൻ, ഈ കുഞ്ഞ് ജനിക്കുമ്പോ മുതൽ ഈ സ്ത്രീക്ക് ഈ പ്രശ്നമുണ്ട്, അല്ലെ? ഈ 12 വർഷം. അപ്പൊ ജസ്റ്റ് ഇമാജിൻ, ആരാ പ്രയോറിറ്റി കൂടുതൽ? ഈ സ്ത്രീ അല്ലേ പ്രയോറിറ്റി കൂടുതൽ? 12 വർഷമായി ഈ ബാലൻ, 12 വർഷം ആയിട്ടുള്ളൂ, അല്ലെ? അപ്പൊ ഞാനത് പറയാൻ വരുന്നത്, ഇറ്റ്സ് എ കോയിൻസിഡന്റ്, ബട്ട് നമ്മുടെ പ്രയോറിറ്റീസ് അല്ല. അതാ ഞാൻ പറയാൻ വന്നത്. നമ്മുടെ പ്രയോറിറ്റീസ് അല്ല, നമ്മൾ ചിന്തിക്കുന്ന മാതിരി അല്ല. ദൈവത്തിന്റെ പ്രയോറിറ്റീസ് ഈസ് ടോട്ടലി ഡിഫറെന്റ്. നമ്മൾ അതിനു വേണ്ടി സമർപ്പിക്കാം. ഞാൻ അധികം സമയം എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചല്ലോ. ഒന്ന്, ഫസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്, നമ്മുടെ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്, ഇറ്റ് ഹാസ് ടു ബി റിന്യൂഡ് എവറി ഡേ. ദൈവത്തിന് തോന്നണം, ദൈവത്തിന് നമ്മുടെ പ്രേയർ, നമ്മുടെ സാക്രിഫൈസ്, ഹി ഷുഡ് റിക്കഗ്നൈസ് ഇറ്റ്. മനസ്സിലായോ? അവൻ റിക്കഗ്നൈസ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചാൽ മതി, ഇത് ഒരു വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക, നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ബട്ട് നോബഡി ഈസ് ഹിയറിംഗ് യുവർ പ്രേയർ. മനസ്സിലായോ? ആ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ ആ ആത്മാർത്ഥത്തോടെ, ആ ഒരു ഫുൾ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെയാണ് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നത്. നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്താലും അത് പൂർണ്ണ മനസ്സോടെ ഉണ്ടാവണം. ആ ഒരു ബന്ധം നമുക്ക് കണ്ടിന്യൂസ്ലി മെയിൻറ്റെയിൻ ചെയ്യണം. നിങ്ങൾ നിങ്ങളുടെ ചേട്ടനോട്, ചേട്ടാ എന്നെ ഇതിന് ഹെൽപ്പ് ചെയ്യണേ, ഇതിൽ ആ ഒരു റിലേഷൻഷിപ്പ് ആണ് ഉണ്ടാവേണ്ടത്. ഒരു അപ്പനും മോണായിട്ട് റിലേഷൻഷിപ്പ്, ഒരു ബ്രദർ സിസ്റ്റർ ആ റിലേഷൻ നമ്മൾ എത്രമാത്രം ഉണ്ട്, അതേമാതിരി ഒരു റിലേഷൻഷിപ്പ് ദൈവമായിട്ടുണ്ടാവണം. എല്ലാ ക്വസ്റ്റ്യൻസിനെയും ദൈവത്തോട് അപ്രോച്ച് ചെയ്യാനുള്ള ഫുൾ ഫ്രീഡം നിങ്ങൾക്ക് ഉണ്ടാവണം. ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഉണ്ടാവണം. പിന്നെ ഞാൻ പറഞ്ഞു കേട്ടല്ലോ, ഒത്തിരി പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. വി ഷുഡ് ഓൾവേസ് ഗോ ടു ഗോഡ്. ആ സ്ത്രീ പോയാൽ മതി, ആ സ്ത്രീ ഒരു ഡിസിഷൻ എടുത്താൽ മതി. എന്ത് സർക്കംസ്റ്റാൻസസ് വന്നോട്ടെ, എത്ര ആൾക്കാരെ എന്നെ കളിയാക്കിയോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ലജ്ജ മാതിരി ആയിക്കോട്ടെ, പക്ഷെ ഞാൻ യേശുവിന്റെ അടുത്ത് പോകും, യേശുവിനെ തൊടും. ആ ഒരു ഡിസിഷൻ എടുത്തു. പിന്നെ മൂന്നാമത്തെ കാര്യം, പ്രയോറിറ്റീസ്. യുവർ പ്രയോറിറ്റീസ് ആർ നോട്ട് ഇമ്പോർട്ടന്റ്. ദൈവത്തിന്റെ പ്രയോറിറ്റീസ് ഉണ്ട്, അതിലേക്ക് വേണ്ടി സമർപ്പിക്കുക. ദൈവത്തോട് പറയാ, ദൈവമേ നിന്റെ പ്രയോറിറ്റീസ് എന്റെ ജീവിതത്തിൽ നടന്നാൽ മതി. ഓക്കെ, ഇറ്റ് ഈസ് ലേറ്റ്, ബട്ട് ഇൻ യുവർ ടൈം പ്ലീസ് മേക്ക് ഇറ്റ് ബ്യൂട്ടിഫുൾ. ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അത് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ദൈവമായിട്ട് ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഫെയിലിയർ ആണ്, നമ്മൾ ചെയ്യണില്ലെങ്കിൽ നമ്മൾ ഫെയിലിയർ ആണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഞങ്ങളുടെ റീസെന്റ് ഞങ്ങളുടെ സിസ്റ്റർ ലോകത്തുനിന്ന് നിത്യതയിൽ പോയായിരുന്നു. നമുക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. വൈ ഇറ്റ് ഹാപ്പൻ? ഒരു 28 വയസ്സുള്ള മോളാണ്, കല്യാണം കഴിഞ്ഞു, കുഞ്ഞുണ്ട്, 8 മാസമുള്ള കുഞ്ഞാണ്, 28 വയസ്സല്ലോ. പെട്ടെന്നാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി, പെട്ടെന്ന് ഉണ്ടായി. നിങ്ങൾ എല്ലാവരും കേട്ട് കാണുമായിരിക്കും. ഒരു നേഴ്സാണ്, UK മരിച്ചു, ഇപ്പൊ റീസെന്റ് മരിച്ചല്ലോ. നമുക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട്. ദൈവമേ, why couldn't you save her? ദൈവത്തിന്റെ പ്രയോറിറ്റി അതായിരുന്നു. ദൈവത്തിന്റെ പ്രയോറിറ്റി ആ പുള്ളിക്കാരത്തിക്ക് അത്രയും വയസ്സേ ദൈവം തന്നിട്ടുള്ളൂ. He took her. മനസ്സിലായോ? അപ്പൊ നമ്മൾ വിചാരിക്കുന്ന മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇറ്റ്സ് നോട്ട് അവർ വേസ്, ഇറ്റ്സ് ഗോഡ്സ് വേസ്. ഇറ്റ്സ് നോട്ട് അവർ തോട്ട്സ്, ഇറ്റ്സ് ഗോഡ്സ് തോട്ട്സ്. ദൈവത്തിന്റെ ചിന്തയാണ്, ദൈവത്തിന്റെ വഴികളാണ്. അതിനുവേണ്ടി നമുക്ക് സമർപ്പിക്കാം. ഞാൻ അതിനുവേണ്ടി സമർപ്പിക്കുന്നു. ഞാൻ പെർഫെക്റ്റ് ആയില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഈ വചനം ദൈവം എന്നോട് സംസാരിച്ചതാണ്. നിങ്ങളുടെ ജീവിതത്തിലും ഈ വചനം ക്രിയ ചെയ്യട്ടെ. എവറി ടൈം, എവറി ഡേ നമ്മുടെ മനസ്സിൽ ഒരു ചിന്ത ഉണ്ടാവണം, ഞാൻ ദൈവമായിട്ടൊരു ബന്ധമുണ്ടോ? ആ ഒരു ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടാവണം. ആ ബന്ധം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് ബ്യൂട്ടിഫുൾ ആയിട്ട് ദൈവം നടത്തും. അതിന്റെ എക്സാമ്പിൾസ് ആണ് ഇവിടെ ഇരിക്കുന്ന ഒത്തിരി പേര് എക്സാമ്പിൾസ് ആണ്. അതുണ്ട്, എനിക്കറിയാം. പക്ഷെ ആ ഒരു ബന്ധത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് ബ്യൂട്ടിഫുൾ ആയിട്ടും യു വിൽ ബി സക്സസ് ഇൻ ഓൾ യുവർ വേസ്. ജോഷുവോട് പറഞ്ഞത് അതന്നെയാ, റൈറ്റ് ടു ലെഫ്റ്റ് നീ നോക്കണ്ട, നിന്റെ കൽപ്പന പ്രകാരം ജീവിച്ചാൽ മതി, നീ എല്ലാ കാര്യങ്ങളിലും സക്സസ് ആവുന്ന പറഞ്ഞത്. യു വിൽ പ്രോസ്പർ ഇൻ എവറിത്തിങ്. ദൈവം അതിനെ വേണ്ടി സമർപ്പിക്കുന്നത്. എനിക്കറിയാം ഒത്തിരി ലേറ്റ് ആണ്, അവിടെയൊക്കെ 10 മണിയായി കാണും. ഞാൻ അധികം പ്രസംഗം നീട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. അതിനുവേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞങ്ങളുടെ കുടുംബത്തെ പ്രാർത്ഥിക്കണം, UK രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, ഇവിടെ ഉള്ള യങ്സ്റ്റേഴ്സിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ
ഒരു ഡിഫറെന്റ് ലോകമാണ് ഇവിടെ. നിങ്ങൾക്കറിയാലോ, LGBT ക്യൂടെ ആൾക്കാരുണ്ട്, ദൈവമില്ല എന്ന് പറഞ്ഞ ഏത്തിസ്റ്റ് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, ഒത്തിരി ഡ്രഗ്സിന്റെ അടിമയിലാണ്. ഞങ്ങൾക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഈ പിള്ളേരുടെ വരും, ഇവർ ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, ഇങ്ങനെ ചെയ്താൽ അതിനൊക്കെ ആൻസർ ചെയ്യാൻ പോലും നമുക്ക് ബുദ്ധിമുട്ടായിട്ട് ഇരിക്കുക ചില സമയത്ത്. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. യു കെ രാജ്യം ഒരു വലിയൊരു റിവൈവൽ. ഇവിടുന്ന് UK മിഷണറീസ് ആണല്ലോ അവിടെ പോയിട്ട് ഇന്ത്യയിലൊക്കെ വന്നിട്ട് അവര് സുവിശേഷം പറഞ്ഞത്. പക്ഷെ ഈ കൺട്രീന്റെ അവസ്ഥ കാണുമ്പോൾ നമുക്ക് ഒത്തിരി വിഷമം തോന്നും. പക്ഷെ ദൈവമൊക്കെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ദൈവത്തിന്റെ വചനങ്ങൾ പറയാൻ വേണ്ടിയാണ്. ഇവിടുത്തെ ക്ലൈമറ്റോ ഇവിടുത്തെ ഇത് സൂഹിക്കാൻ വേണ്ടിയല്ല. ദൈവത്തിന് വേണ്ടി ഇനി പ്രവർത്തിപ്പാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എന്റെ കുടുംബത്തെ ഒന്ന് പ്രാർത്ഥിക്കുന്ന വിശ്വമുണ്ട് ഞാനായിരുന്നു.